ഒരു സൂത്രം കാണിക്കട്ടെ ഗൈസ്. പാറുക്കുട്ടി ഇരിക്കുന്ന ആ ഒരു പ്രാന്തപ്രദേശം എപ്പോഴും ഇങ്ങനെ ഇരിക്കും. കണ്ടോ? ഇത് പാറുക്കുട്ടിയുടെ പുതിയ ആൽക്കഹോൾ സ്കെച്ച് അല്ലേ. പിന്നെ ടി വിയുടെ റിമോട്ട് എപ്പോഴും കയ്യിലുണ്ടാവും. പശ, സ്കെയില്, കുറേ പേപ്പറ്, പിന്നെ കത്രിക, അത് കട്ട് ചെയ്തിട്ടിരിക്കുന്ന കുറേ പേപ്പറുകൾ, പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ, സെല്ലോ ടേപ്പ്, ഇതൊക്കെ പാറുവിൻ്റെ കുത്തക അവകാശമാണ് കേട്ടോ. അടുത്ത ബ്ലൈൻഡ് ബാഗ് ബോക്സിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ബുക്ക് മാർക്ക്, പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കിയതാ കേട്ടോ, ഇച്ചിരി മുമ്പില്ലായിരുന്നു. ഫ്ലവർ എഡിഷൻ, ഫ്രൂട്ട് എഡിഷൻ, പിന്നെ സ്നാക്സ് എഡിഷൻ. പാറുക്കുട്ടി പറയുന്ന ഈ സ്നാക്സ് എഡിഷൻ സൂപ്പറാണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കാം, അന്നേരം പറയാം. എല്ലാം വേണ്ട, ഇന്നെന്നാ സ്നാക്സ് എഡിഷൻ പൊട്ടിക്കും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പാറുവിന്റെ ആയുധങ്ങളാണ് കേട്ടോ. പാറുവിന്റെ ചുറ്റുവട്ടം മൊത്തം ഇങ്ങനെ ഇരിക്കും, ഫുൾ ടൈം ഇങ്ങനെയാണ്. എന്നാ ഫ്രൂട്ടും സ്നാക്സും. ഓക്കെ, അപ്പോൾ ദേ പാറുക്കുട്ടി ഫ്രൂട്ട്സിന്റെ അൺബോക്സ് ചെയ്യുവാണ്. ഫ്രൂട്ട് എഡിഷൻ. ഇതേ ഒരു പനിക്കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്, പനിക്കുഞ്ഞ്. കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി. എപ്പിക്കാണോ കിട്ടിയത്? അപ്പൊ എല്ലാത്തിൻ്റെതും ഉണ്ടോ? ആണോ? ആ, പാറുവിന് കിട്ടിയത് എപ്പിക്കാണേ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന്. വാവ്, ഫ്രൂട്ട്സ് സൂപ്പർബ്. ഇങ്ങനെ കാണിച്ചു. ഇതുണ്ട് ഗൈസ്. ഹായ്, സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അടുത്തത് ഫ്രൂട്ട്. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. ഇനി ഇത് എനിക്ക് കാണിച്ചേ. ഇത് സ്നാക്സ് എഡിഷനാണ്. ഇതിലും ഉണ്ട് കോമൺ, അൺകോമൺ, റെയർ, അൾട്രാ റെയർ, ലെജൻഡറി, എപ്പിക്. അപ്പൊ ഇനി അതും പൊട്ടിക്കാൻ പോവുകയാണ്. ചിപ്സിന്റെ പാക്കറ്റ് ഉണ്ട്. എക്സ്ട്രാസോ? അതെന്തുവാ? യു ഗോട്ട് തീം ചിപ്സ് ലെജൻഡറി. ചിപ്സ് പൊട്ടിക്കാം. ഓ, നിനക്ക് വൻ സെറ്റപ്പ് അല്ലേ? കണ്ണടക്കത്തില്ല ഞാൻ, കണ്ണ് തുറന്നിരിക്കും. ഞാൻ തുറന്നിരിക്കും. നല്ലതാണോ? നീ കണ്ടോടാ? എടാ ഭയങ്കര. നോക്കട്ടെ. വാവ്, സൂപ്പർ. ഇതിനകത്താക്കിയോ നീ? പൊട്ടിക്കണ്ട. ഇത് കണ്ടോ ഗൈസ്, പാക്കറ്റ് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും. നീ ഇങ്ങനെ പിടിച്ചൊരു ഫോട്ടോ എടുക്കട്ടെ. ആ, ഫോട്ടോ വേണ്ട, ഞാനിത് ഇതെടുത്തോളാം. സൂപ്പർ. പൊട്ടറ്റോ. ആ അതെ, ഫ്രൂട്ട്സ്, പൊട്ടറ്റോ ചിപ്സ് പൊളിച്ച് ഗൈസ്. ഇത് എങ്ങനെ ഉണ്ടാക്കിയടാ നീ? ഇത് കണ്ടോ ഗൈസ്, ശരിക്കും തിന്നാൻ തോന്നുന്നു. അമ്മ തിന്നുന്നു ഗൈസ്. അമ്മ ആണെങ്കിൽ ഒരു ചിപ്സ് കൊതിച്ചാണ് ഗൈസ്. സൂപ്പർ. നീ അടുത്ത് എന്തുവാടാ? വേറെ ഒട്ടിച്ച് വെക്കാണ് കേട്ടോ ഗൈസ്.
എങ്ങനെയാടാ നീ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി? ഈ പ്ലാസ്റ്റിക് കവറൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് നീ അതിനകത്ത്? വേറെ കവറിൽ നിന്ന് ഇളക്കി അതിനകത്ത് ഫിക്സ് ചെയ്തോ കട്ട് ചെയ്തിട്ട്? ഭയങ്കര രസമുണ്ട് കേട്ടോ. അതാണോ നീ അത് സൂപ്പറാന്ന് പറഞ്ഞേ? കൊള്ളാം, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. കണ്ടില്ലേ? മതി. ഇനി ഒരു എക്സ്ട്രാസിന്റെ ഒരു കുഞ്ഞു പാക്കറ്റ് ഉണ്ട്. അതെന്താണ്? വാവ്, മുട്ടായിയാണ് ഗൈസ്. സൂപ്പർ. ഇതിനകത്തോ? ഇതിനകത്ത് എന്തുവാ ഒന്ന് കാണിച്ചേ. ഇനി അതിനകത്ത് എന്താണുണ്ട് ഗൈസ്? അത് മുറിക്കണോടാ? അയ്യോ വിഷമായി. അതിനകത്ത് എന്തോ ചോക്ലേറ്റോ? അതിനകത്ത് ചോക്ലേറ്റ് ആണ് ഗൈസ്, ചോക്ലേറ്റ്. അതൊക്കെ എങ്ങനെ കേറ്റിടാ നീ അതിനകത്ത്? എന്താ വായിലാണ് കാണിച്ച? ഇതെന്ത് ജെംസ് മുട്ടായിയോ? അതിനകത്ത് ജെംസ് മുട്ടായി വെച്ചിരിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട്? ജെംസ് മുട്ടായി അല്ല, ജസ്റ്റ് പേപ്പറാ. പക്ഷെ ജെംസ് മുട്ടായിയുടെ തീം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഏരിയ മൊത്തം ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. എന്നിട്ട് ഈ പാറക്കുട്ടി സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനെ എനിക്കൊരു കുന്ന് പേപ്പറായിരിക്കും കട്ട് ചെയ്ത് തൂത്തുവാരാൻ. സ്കൂളിൽ പോവാൻ ധൃതി പിടിച്ച് യൂണിഫോം ഇട്ട് റെഡി ആയിട്ടിരിക്കുമ്പോൾ കട്ട് ചെയ്തോണ്ടിരിക്കും ഇവിടെ. അതാണ് പരിപാടി. എന്നിട്ട് എന്റെ പരിപാടി ഇതെല്ലാം തൂത്ത് കളയുക. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അത് നാളെ വേണ്ട, ഇനി നാളെ. സമയം പോകുന്നത് ഒത്തിരി ഉണ്ട്. മതിയടാ. നോക്കട്ടെ. ഇത് മിനി ബ്ലൈൻഡ് ബാഗ് ആട്ടോ ഗൈസ്. എനിക്ക് ഫ്ലവർ എഡിഷൻ കാണിച്ചു. അടുത്തത് ഫ്ലവർ എഡിഷൻ ആണ്. ഫ്ലവർ മജീഷ്യൻ. അകത്തെ പേപ്പർ ഇടാൻ ഞാൻ മറന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ടും കൂടെ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി കേട്ടോ. ഇന്ന് കേട്ടല്ലോ. ഞാൻ കണ്ണടക്കത്തില്ല, ഞാൻ ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കി. റിയൽ റോസ് പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതുണ്ടോ ഗൈസ്, റിയൽ ഫ്ലവർ പോലെ ഇരിക്കുന്നത്. ഇച്ചിരി ചതഞ്ഞു പോയി ഗൈസ്. നേരെയാക്കി കേടാ. ഇതുണ്ടോ ഗൈസ്, റിയൽ ഫ്ലവർ പോലെ ഇരിക്കുന്നത്. അയ്യോ. ഓക്കെ, അടുത്തേതാ? അത് നോക്കട്ടെ. ഇത് ബുക്ക് മാർക്ക് എഡിഷൻ ആണ്. യു ഗോട്ട് കോമൺ. ഓക്കെ. അപ്പൊ ഈ എല്ലാ പീസും ഉണ്ടോ അതിനകത്ത്? റയറും ഒക്കെ നീ ഒറ്റൊരെണ്ണല്ലേ വെച്ചിട്ടുള്ളൂ? ഒരു പീസേ ഉള്ളൂ അകത്ത്. ബാക്കിയൊക്കെയോ? എപ്പിക്കൊക്കെ ഉണ്ടോ അപ്പൊ അതിനകത്ത്? ഒരെണ്ണേ വരത്തുള്ളൂ. ഓ, അതാണ്. ശരി. യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. വലിയ ഇതുണ്ടായിരുന്നു, അതിന്റെ താഴോശൊക്കെ മടങ്ങിപ്പോയി. അപ്പൊ ഞാൻ മേളോശം മാത്രം കട്ട് ചെയ്തെടുത്തു. ഈ സൈഡ് വെരി അഗ്ലി. അപ്പൊ സൂപ്പർ. അപ്പൊ ഇതെല്ലാം പറക്കി അടുക്കി വെച്ച് ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കുന്ന ഈ റബ്ബറൊക്കെ കട്ട് ചെയ്ത് ഇവിടെ അടുത്ത പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. കണ്ടില്ലേ, അടുത്തതിന്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പഠിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല. നാളെ ഒന്നും പഠിക്കുന്നില്ല, വേഗം വന്നു കണ്ടോ. അടുത്തതിന്റെ പരിപാടിയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ പറയണം. അതെ, ക്രാഫ്റ്റ് പെട്ടി. എല്ലാം കഴിയുമ്പോ എല്ലാം വാരിയിടും. പേപ്പർ എല്ലാം ഇവിടെ ഇടും. അമ്മ ഒന്ന് വൃത്തിയാക്കും. ടാറ്റാ.